ദി എൻഡ് ഓഫ് ദ ടണൽ. കേട്ടിട്ടുണ്ടോ? എല്ലാ തുരങ്കത്തിന്റെ അറ്റത്ത് ഒരു വെളിച്ചം ഉണ്ടായിരിക്കും. നമ്മൾ ഈ പിതാവിനെ മുന്നിൽ വെക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് എന്നാണ്, അല്ലെ? പ്രകാശം ഇസ് ഓൾവേസ് പോസിറ്റീവ്. എപ്പോഴും പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യമാണ് പ്രകാശം. ഹോപ്പിനെ സൂചിപ്പിക്കുന്നു, പോസിറ്റിവിറ്റിയെ സൂചിപ്പിക്കുന്നു. നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്ന ഒത്തിരി വെട്ടങ്ങളുടെ ഇടയിലാണ്. ഒന്ന് ആലോചിച്ചാല് ആരൊക്കെയോ നമുക്ക് വേണ്ടി തെളിച്ചൊരു വെട്ടമാണ്. ആ വെട്ടത്തിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്, നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഒരുപക്ഷെ അവരെല്ലാവരും ഇരുട്ടിലായിരുന്നിരിക്കാം. അപ്പൊ നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഓരോ അങ്കിൾമാരും ആന്റിമാരും നിങ്ങൾ തെളിച്ച ഓരോ വെട്ടത്തിലാണ് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് പകർന്നു തന്ന ആ പോസിറ്റിവിറ്റി, ആ വെളിച്ചം ഇനി വരാൻ പോകുന്ന തലമുറയിലേക്കും ഞങ്ങൾ പകർന്നു കൊടുക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ലാമ്പ് ലൈറ്റിംഗ് സെറമണിയിലേക്ക് ഞങ്ങൾ കിടക്കുവാണ്. നമുക്കറിയാം, ഇന്ത്യൻ ട്രഡീഷനിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ലാമ്പ് ലൈറ്റിംഗ്. ഏറ്റവും പോസിറ്റീവായിട്ട്, ഐശ്വര്യത്തോടുകൂടി, ഏറ്റവും ഹോപ്പോടുകൂടി തന്നെ നമ്മൾ നമ്മുടെ തകതിമി സ്റ്റാർട്ട് ചെയ്യണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ലാമ്പ് ലൈറ്റിംഗ് സെറമണിയിലേക്ക് നമ്മൾ കിടക്കുവാണ്. ലാമ്പ് ലൈറ്റിംഗ് സെറമണിക്കായി നമ്മൾ ബഹുമാനപ്പെട്ട ഇഗ്നേഴ്സ് അച്ഛനെയും കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ള എല്ലാ ഭാരവാഹികളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. I also welcome Hermua onto the stage. Hello, yeah.
സ്നേഹമുള്ളവരെ, ഇവരാണ് ഈ പച്ചക്കറിയുടെ പുറകിലുള്ള കരങ്ങൾ. ഇവർക്ക് എല്ലാവരുടെ നാമത്തിൽ ഒരുപാട് നന്ദി. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും സമൂഹത്തിനോട് ചെയ്ത ശുശ്രൂഷകൾക്ക് ദൈവമായിട്ട് പ്രത്യേകം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക്. Ich begrüße alle recht herzlich zu unserem Kulturfest Tagadimi 2025. Es ist das zweite Mal so ein Kulturprogramm hier in diesem Bühne veranstaltet. Eigentlich war eine Traum der jüdischen Gemeinde oder Koordinationskomitee für alle. Das heißt die erste Generation, zweite und dritte. Und diejenigen, die gerade aus Indien hier gekommen sind, zusammentreffen, eine Möglichkeit geben, es ermöglicht heute es. Und wir freuen uns sehr. Gerade ich habe viele zweite Generation Kinder gesehen. Ich bin schon 25 Jahre in Deutschland und als Seelsorger für die Kinder. Und ich freue mich sehr, heute so viele, fast 500 Leute für diese Veranstaltung angemeldet. So, ich danke Ihnen ganz herzlich und wünsche Ihnen einen schönen Abend, einen guten Abend hier. സ്നേഹമുള്ളവരെ, ഒരുപാട് സന്തോഷമുണ്ട് ഇന്നിവിടെ നിൽക്കാനായിട്ട്. ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുക, അല്ലെങ്കിൽ ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. നമ്മുടെ ഒന്നാമത്തെ ജനറേഷനും രണ്ടാമത്തെ ജനറേഷനും അവരുടെ മക്കളും അതുപോലെ പുതുതായിട്ട് കടന്നു വന്നിട്ടുള്ള യുവജനങ്ങളെയും ഒരുമിച്ച് ചേർത്ത് നമ്മൾ ഒരുക്കുന്ന രണ്ടാമത്തെ കൾച്ചറൽ പ്രോഗ്രാമാണ് ഈ തകതമി ഈ വർഷത്തെ. ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഒരു പ്രതിഫലനം അവിടെ കാണാൻ പോകുന്നത്. എനിക്കറിയാം നിങ്ങൾ പ്രസംഗം കേൾക്കാനിരിക്കുന്നവരല്ല, പക്ഷെ ഒരു നന്ദി പറയുക എന്നൊരു വലിയ ഉത്തരവാദിത്വമാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുക. 102 പേര് ഈ ബ്യൂനയിൽ ഇന്ന് ഈ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ കയറി ഇറങ്ങും. പക്ഷെ അവരുടെ പുറകിലൊക്കെ എന്തുമാത്രം സമയം അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട്. ഒരു തരത്തിലുള്ള പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ഈ സേവനത്തിന് എല്ലാവരുടെ നാമത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത്, ഒരുപാട് പേരുടെ മുഖങ്ങൾ കാണാതെ, ഒരുപാട് കാലങ്ങൾ കണ്ടിട്ട് കാണാതിരുന്ന ഒരുപാട് മുഖങ്ങൾ കാണാനിടയായി, അവരുടെ മക്കളെ കാണാനിടയായി. അപ്പം അതൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോഴാണ് സാധിക്കുക എന്നുള്ളൊരു അവസരമാണ്. പ്രത്യേകിച്ച് പെരുന്നാളിന് എല്ലാവരും വരാറുണ്ട്, നമുക്കറിയാം. പക്ഷേ ഇങ്ങനെ കൾച്ചറൽ പ്രോഗ്രാം നമ്മൾ ആദ്യമായിട്ട് രണ്ടാമത് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളുടെ സാന്നിധ്യത്തിന് ഒരുപാട് സന്തോഷം. ഇതുപോലുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. നമ്മുടെ ഗമാൻഡിയുടെ ഭാഗത്ത് ചെയ്യുന്ന ഈ ശുശ്രൂഷയെ, ഈ പരിപാടിയെ നിങ്ങൾ ഏറ്റെടുത്ത നിങ്ങൾ നല്ല മനസ്സിൽ പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും നല്ല ഒരു സായാഹ്നം ആശംസിക്കുകയാണ്. നമുക്കറിയാം, കല അത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. സംഗീതമായാലും ഡാൻസ് ആയാലും ആക്ടിങ് ആയാലും കല എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അതാണ് ആസ്വാദ്യം നൽകുക. തീർച്ചയായിട്ടും അവിടെ ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയുണ്ട്, അനുഗ്രഹമുണ്ട്. നമുക്ക് നൽകപ്പെടുന്നതാണ്, ദാനമായിട്ട് നൽകപ്പെടുന്നതാണ്. തീർച്ചയായിട്ടും നമുക്കത് ആസ്വദിക്കാം. നമുക്ക് ചിലകൾ ചെയ്യാൻ കഴിയുമായിരിക്കും, പക്ഷെ നമുക്ക് അവനതും ആസ്വദിക്കാം. അപ്പം എല്ലാവർക്കും നല്ലൊരു സായനം ആശംസിച്ചുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു. എല്ലാവർക്കും നന്ദി.